അപ്പോൾ ഇന്നും പൂരം വ്ളോഗ് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇന്ന് പൂരം വ്ളോഗാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, എല്ലായിടത്തും പൂരമാണല്ലോ. അപ്പൊ ഞങ്ങളുടെ തൊട്ടടുത്തുള്ള അമ്പലങ്ങളിലുള്ള പൂരങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഞങ്ങൾ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ പൂരം വ്ളോഗ്സ് ഒക്കെ ഇടുന്നത്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമല്ലേ പൂരവും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പം പൂരം മിസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവില്ലേ, ഗൾഫിലുള്ളവരും പുറത്തൊക്കെ, കേരളത്തിന് പുറത്തുള്ളവരൊക്കെ. അപ്പൊ അവർക്ക് കൂടി കണ്ടോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാനിത് വ്ളോഗ് ആക്കി ഇടുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻട്രോ പ്രോട്ട് ഞാൻ വന്നിട്ട് എടുക്കുന്നതാണ്. കാരണം പോകുമ്പോൾ അവര് പോവാനുള്ള ഒരു മൂഡിലാവുമ്പോൾ ഇൻട്രോ എടുക്കാനൊന്നും നിന്ന് തരില്ല. അപ്പോൾ വേഗം ഡ്രസ്സ് ചെയ്താൽ വേഗം ഇറങ്ങി പോകണം. അതുകൊണ്ടാണ് ഞാൻ വന്നിട്ട് എടുത്തത്. അപ്പോൾ വ്ളോഗ് കണ്ടു നോക്കൂ. ഹായ്, പൂരത്തിന്റെ തലേന്ന് ഞങ്ങൾ ഗാനമേളക്ക് പോയിരുന്നു. ഗാനമേളയുടെ വീഡിയോസ് ഒന്നും അധികം എടുത്തിട്ടൊന്നുമില്ല കേട്ടോ. അവിടെ ചുമ്മാ റീൽസും അവിടെ ഇങ്ങനെ നടക്കുന്ന വീഡിയോസ് ഒക്കെ ഉള്ളൂ. അത് ഞാൻ ജസ്റ്റ് ഇതിന് ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ. ദാ ഒരു കളിപ്പാട്ടങ്ങൾ കണ്ടപ്പോൾ ഓടി പോവാണ്. ഏത് കുട്ടികൾക്കും വീട്ടിൽ എത്ര കളിപ്പാട്ടങ്ങൾ ഉണ്ടായാലും പൂരത്തിനോ പള്ളിപ്പെരുന്നാളിനൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങൾ കിട്ടാനായിട്ട് വാശി പിടിക്കും. നമ്മളും ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ തന്നെ അല്ലായിരുന്നത്. അപ്പോൾ ഇവരെ അത്രയ്ക്കാണ് വാശിയൊന്നും പിടിക്കില്ല. എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് പോരും കേട്ടോ. പിന്നെ അവിടുന്ന് പോന്നു. പിന്നെ ദാ മോർണിംഗില് ഒന്ന് പൂരപ്പറമ്പിലൊക്കെ നടന്ന് കറങ്ങി നടക്കാണ്. ചിന്തനൊക്കെ പൊപ്പൊന്നും എടുത്ത് നോക്കാണ് കേട്ടോ. ആൾക്ക് നടക്കാനൊന്നും പറ്റുന്നില്ല എടുത്തിട്ട്. എന്തായാലും കുറച്ചൊക്കെ ഇങ്ങനെ പൊക്കി കൈ പിടിച്ച് നടന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോകും. പിന്നെ ഈവനിങ്ങിൽ ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ ഫ്രണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു ഇതുപോലത്തെ ഒരുപാട് കാഴ്ചകൾ കേട്ടോ. അങ്ങനെ ദാ ഈവനിങ്ങിൽ ഞങ്ങൾ പോകുമ്പോൾ കൊട്ടൊക്കെ കണ്ടപ്പോൾ വണ്ടി സൈഡിലാക്കി നിർത്തി കാണാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൊട്ടും ബഹളമൊക്കെ. അത് ഏത് കുട്ടികൾക്കാണെങ്കിലും നമ്മൾ വലിയ ആളുകൾക്കും അങ്ങനെയല്ലേ, കൊട്ടും പൂരവും കാവടിയും ഒക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമല്ല. ആന, അമ്പാരി ഒക്കെ ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ പൂരപ്പറമ്പിലെത്തി. അവിടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആനനെ തൊട്ടടുത്ത് കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് ചിന്തയും പൊപ്പയും കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അവിടെ പക്ഷേ സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തായിട്ട് നിന്നിട്ടാണ് അവരെ ആദ്യം നിർത്തി. പിന്നെ ഞാൻ വീഡിയോ എടുക്കാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കണ്ടില്ല ആ ഒരു ഗേറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിർത്തി കൊടുത്തു. പിന്നെ കുറേ കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്കും ഈസി ആയിട്ട് കാണുകയും ചെയ്യാം. അല്ലെങ്കിൽ രണ്ടുപേരിനെ ഞാനെടുത്ത് പൊക്കൽ പോസിബിൾ അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ കുറച്ച് ഹൈറ്റിൽ നിർത്തുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഇതാ ആനനെ കണ്ട് ആസ്വദിച്ച് നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഗുരുവായൂർ താമസിക്കുന്നതുകൊണ്ട് തന്നെ ആനകളെ കാണാൻ അത്ര ക്ഷാമമൊന്നുമില്ല കേട്ടോ. പൂരം അല്ലാത്ത സീസണിലും ഞങ്ങളുടെ അടുത്ത് തന്നെയാണല്ലോ ആനക്കോട്ടയും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ ആന പോകുന്നതോ അല്ലെങ്കിൽ അവിടെ ആനനെയൊക്കെ നമ്മൾ അതിൽ പോകുമ്പോൾ കാണാറുണ്ട്. അങ്ങനെ എന്തായാലും പോലും ഇവർക്ക് പൂരത്തിന് ആനനെ കാണുമ്പോൾ ഒരു പ്രത്യേക രസമല്ലേ, നെറ്റിപ്പട്ടൊക്കെ കെട്ടിയിട്ടുള്ള ആനനെ. അപ്പം അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ അതാ ഇങ്ങനത്തെ കൊട്ടും ബഹളവും ഒക്കെ ആയിട്ട് ഭയങ്കര ഒരു വൈബാണ് കേട്ടോ പൂരത്തിന്. അത് പണ്ട് തൊട്ടേ നമ്മൾക്ക് അങ്ങനെയാണല്ലോ, പൂരത്തിനൊക്കെ പോകുമ്പം ഒരു സ്പെഷ്യൽ ഫീലിംഗ് ആണ്. അത് നമ്മുടെ കേരളീയരുടെ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് കൂടിയാണ് അല്ലേ. എന്തായാലും ഭയങ്കര എന്താ പൂരം എന്ന് പറയുമ്പോൾ മൊത്തം ആളുകൾക്കും ഒരു വൈബാണല്ലോ. അങ്ങനെ ഭയങ്കര കൊട്ടും ബഹളവും സന്തോഷവും പിന്നെ ഒരു ഒത്തുചേരലും ഒക്കെ കൂടിയിട്ടുള്ളതാണല്ലോ പൂരം. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം നല്ല തിരക്കുണ്ട്. ഈവനിങ് ആണല്ലോ എല്ലാവരും കാണാൻ വരാം, വെയിലൊക്കെ ഒതുങ്ങിയ സമയത്ത്. അപ്പം നല്ല തിരക്കുണ്ട്. പല ശാഖകളിലായിട്ട് പൂരങ്ങൾ വന്ന് ചേർന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കുറേ ആഘോഷങ്ങളും. ഗുരുവായൂർ മമ്മിയൂരുള്ള ശ്രീ നാരായണകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാ വർഷവും മകരപ്പത്തിനാണ് ഇവിടെ പൂരം ആഘോഷിക്കാറ്. പൂരപ്പറമ്പിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെസ്റ്റ് അടിക്കുന്ന ആൾക്കാരുണ്ടോ? എനിക്ക് കുറച്ച് നെസ്റ്റാൾജിക് ഓർമ്മകളൊക്കെ വരാറുണ്ട് കേട്ടോ. പൂരപ്പറമ്പിലൊക്കെ എത്തുമ്പോൾ അവിടുത്തെ ചില മിഠായികൾ, ഐസ്ക്രീം, ഇതൊക്കെ നമ്മൾ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയാലോ ബാക്കിയുള്ള സ്റ്റോഴ്സിലൊക്കെ പോയി ചോദിച്ചാലോ അവൈലബിൾ ആവണം എന്നില്ല.
വൈകുന്നേരം എന്താ വെടിക്കെട്ട് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെക്കാളും പേടി എനിക്കാണെന്ന് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര പേടിയാണ് എനിക്ക് പണ്ട് തൊട്ടേ വെടിക്കെട്ടും സൗണ്ടൊക്കെ. അപ്പോൾ അതായി എൻട്രൻസിൻ്റെ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് പേടി കുറഞ്ഞു കേട്ടോ, അതിൻ്റെ ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ കുറച്ച് നേരം വെടിക്കെട്ടൊക്കെ കണ്ടു നിന്നു. പിന്നെ അവർക്ക് ഈ കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചു തുടങ്ങി. അങ്ങനെ പോയി ഓരോ സംഭവങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഒരു അമ്മമ്മ വന്നിട്ട് അവരെ പെട്ടെന്ന് മാറ്റി. വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ ആന നടന്നു വരുന്നുണ്ടായിരുന്നു നമ്മുടെ ഓപ്പോസിറ്റ് ആയിട്ട്. അങ്ങനെ ആനനെ കണ്ടു നിൽക്കുകയാണ് കേട്ടോ അവിടെ. അങ്ങനെ ആന പോയി കഴിഞ്ഞപ്പം ഞങ്ങൾ ടോയ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ പൂരപ്പറമ്പിലത്തെ ടോയ്സിൻ്റെ കാര്യം പറയണ്ടല്ലോ, കത്തി റേറ്റ് ആയിരിക്കും. അങ്ങനെ കുറേ കടകളിൽ പോയി നോക്കിയാലാണ് നമ്മൾക്കൊരു റീസണബിൾ റേറ്റിന് ഉള്ളത് കിട്ടുള്ളൂ. അങ്ങനെ ടോയ്സ് നോക്കി നടക്കുന്ന വഴി ഇതാ ഇങ്ങനെ പിന്നെയും കൊട്ടും ബഹളമൊക്കെ കണ്ടു. ഇതാ ഇങ്ങനെയാണ് ഞാൻ വീഡിയോ എടുക്കാട്ടോ പറഞ്ഞത്. ഇങ്ങനെ ചേർത്ത് പിടിച്ച് ഒരു സൈഡിൽ സേഫായിട്ട് നടത്തിയിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ചെയ്യുക. പിന്നെ ഇതാ ചിന്തയ്ക്ക് കിങ്ങിണി എന്നാണ് പറയുക. ഡോളിനെ കണ്ടു കഴിഞ്ഞാൽ കിങ്ങിണി എന്നാണ് ആൾ പറയുക. അപ്പോൾ കിങ്ങിണി വേണമെന്ന് പറഞ്ഞു. പപ്പ ട്രാക്ടർ വേണമെന്ന് പറഞ്ഞു. പപ്പയ്ക്കുള്ള ട്രാക്ടർ ഓക്കെ ആയി. അപ്പോൾ ഇതാ ചിൻ്റെ അതൊന്ന് കരയാണ് കേട്ടോ. അപ്പോൾ ചിൻ്റെനോട് ഞാൻ പറഞ്ഞു വാങ്ങിച്ചു തരാം, വേറെ ടോയ് നോക്കട്ടെ. കാരണം ഈ പ്ലാസ്റ്റിക് പോലത്തെ വാങ്ങിച്ചു കഴിഞ്ഞാൽ 2 ദിവസം ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ അന്ന് തന്നെ കയ്യും കാലൊക്കെ ഊരിക്കളയും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു സ്പോഞ്ച് ടൈപ്പ് മതി. അങ്ങനെ സ്പോഞ്ച് ടൈപ്പ് ഉള്ള കുറേ ടോയ്സിനെ കണ്ടപ്പോൾ ചിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കണ്ടില്ലേ. ബോട്ടിൽസൊക്കെ എൻ്റെ കയ്യിൽ തന്നിട്ട് ആളിങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ആൾ കണ്ടപ്പോൾ തന്നെ ഒരെണ്ണം എടുത്തു കേട്ടോ. അപ്പോൾ പിന്നെ അത് ഓപ്പൺ ചെയ്തുകൊണ്ട് പിന്നെ അതിനെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ നോക്കാനൊന്നും നിന്നില്ല. അപ്പോൾ ദേ വെടിക്കെട്ട് തുടങ്ങി. തിരിച്ചു പോരാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ വിസ്മയ കാഴ്ചകളൊക്കെ കാണാൻ ഭംഗിയുണ്ടെങ്കിലും എനിക്ക് നല്ല പേടിയാണല്ലോ ശബ്ദം. അപ്പോൾ ഈ വെടിക്കെട്ട് നടക്കുന്ന പറമ്പിൻ്റെ അടുത്തായിട്ടാണ് ഞാൻ വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ കഴിയുന്നവരെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ഹായ് ഗായ്സ്, അപ്പൊ ഞങ്ങൾ തിരിച്ചെത്തി ഒരു 8:30 ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും പുറത്തൊക്കെ കൊട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ മാക്സിമം പൂരത്തിന്റെ പരിപാടികളൊക്കെ കണ്ടിട്ട് തന്നെയാണ് പോകുന്നത്. മക്കളും ഞാനും ഒക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഹസ്ബൻഡ് കുറച്ച് നേരം വന്നുള്ളൂ, ഞങ്ങളുടെ ഒപ്പം വന്നില്ല. കാരണം മക്കള് പിന്നെ വാശി പിടിക്കുക, ആള് പോകുമ്പോ വർക്ക് ഉണ്ട്. കുറച്ച് നേരം ആളൊന്ന് ജസ്റ്റ് അവിടെ പോയിട്ട് പോന്നു. ഞങ്ങൾ നന്നായിട്ട് രാവിലെ പോയി വൈകുന്നേരവും പോയി എൻജോയ് ചെയ്തു. ഇന്നലെ തൊട്ട് പൂരത്തിന് പോയിരുന്നു, തൊട്ടടുത്താണ് ഞങ്ങൾക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കാണാനും എൻജോയ് ചെയ്യാനും ഒക്കെ സാധിച്ചു. അപ്പൊ ഞങ്ങളുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അല്ലാത്തവരെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു, ബൈ.